ഒരിടവേളയ്ക്ക് ശേഷം ഇന്ന് രാവിലെയാണ് മലയാളികൾക്കിടയിലേക്ക് വീണ്ടും ദാരുണമായ കൊലപാതകത്തിന്റെ വാർത്ത എത്തിയത്. കോട്ടയം തിരുവാതിൽക്കലിലെ ഒരു വലിയ വീട്ടിൽ സംഭവിച്ച ആ ദാരുണമായ കൊലപാതകം ഏകമകന്റെ വേർപാടിൽ മനംനൊന്ത് കഴിഞ്ഞിരുന്ന ദമ്പതികളായ വിജയകുമാറിന്റെയും മീരയുടേതുമാണ്. വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. രാവിലെ വീട്ടുജോലിക്കായി എത്തിയ സ്ത്രീയാണ് വീടിന്റെ വാതിൽ തുറന്നു കിടക്കാത്തതിനാലും പതിവുകളെല്ലാം തെറ്റിയതുപോലെയുള്ള അസ്വാഭാവിക സാഹചര്യങ്ങൾ വീട്ടിൽ കണ്ടതിനെ തുടർന്നും പരിശോധിച്ചത്. അപ്പോഴാണ് ചോര വാർന്നൊലിച്ച് വസ്ത്രങ്ങൾ പോലും ദേഹത്ത് ഇല്ലാത്ത രീതിയിൽ വീടിനകത്ത് വിജയകുമാറിൻ്റെയും മീരയുടെയും മൃതദേഹങ്ങൾ കിടക്കുന്നത് കണ്ടത്. തിരുവാതിൽക്കലിലെ വലിയ ബിസിനസ് കുടുംബമാണ് വിജയകുമാറിൻ്റെയും മീരയുടെയും. നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രപ്രസ്ഥ എന്ന ഓഡിറ്റോറിയത്തിൻ്റെയും മറ്റു ബിസിനസ് സ്ഥാപനങ്ങളുടെയും എല്ലാം ഉടമസ്ഥരുമായിരുന്നു ഇവർ. ആരും കൊതിക്കുന്ന വലിയ വീടും ബിസിനസ് സ്ഥാപനങ്ങളും ഒക്കെയായി സ്വത്തുക്കളേറെ ഉണ്ടായിരുന്നു ഇവർക്ക്. ഇതിനെല്ലാം അവകാശിയായി ഉണ്ടായിരുന്നത് ഏകമകൻ മാത്രമായിരുന്നു. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ആ യുവാവിനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനുശേഷം ഏറെക്കാലം മകന്റെ വേർപാടിൽ തകർന്നായിരുന്നു വിജയകുമാറും മീരയും കഴിഞ്ഞിരുന്നത്. തുടർന്ന് പതുക്കെ ആ വേദനകളിലും സങ്കടങ്ങളിൽ നിന്നെല്ലാം മോചിതരായി വരവെയാണ് ഈ ദാരുണമായ കൊലപാതകവും അവരെ തേടിയെത്തിയത്. നാട്ടുകാർക്കും കുടുംബക്കാർക്കുമെല്ലാം ഏറെ പ്രിയപ്പെട്ട കുടുംബമായിരുന്നു വിജയകുമാറിൻ്റേത്. എല്ലാവരോടും നല്ല പെരുമാറ്റം, വലുപ്പച്ചെറുപ്പമില്ലാതെ അദ്ദേഹം എല്ലാവരെയും സ്നേഹിച്ചിരുന്നു. ബിസിനസ് സ്ഥാപനങ്ങളിലെല്ലാം ജോലിക്കാരോട് നന്നായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. ഇന്നലെ വൈകിട്ടും സാധാരണ പോലെ ജീവനക്കാരോട് യാത്ര പറഞ്ഞിറങ്ങിയ വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും കൊലപാതക വാർത്തയാണ് ഇന്ന് നേരം പുലർന്നപ്പോൾ അവരെല്ലാം അറിഞ്ഞത്. രണ്ടുപേരെയും ദാരുണമായി കൊലപ്പെടുത്തിയത് വീട്ടിൽ നേരത്തെ ജോലിക്ക് നിന്നിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നാണ് സംശയം. ആ നിലയിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. അടുത്ത കാലത്താണ് ഇയാളെ സ്വഭാവദൂഷ്യത്തിൻ്റെ പേരിൽ ജോലിയിൽ നിന്നും പുറത്താക്കിയത്. അതുകൊണ്ട് തന്നെ അയാളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണവും നടക്കുന്നത്. ഇരുവരുടെയും തലക്കേറ്റ മുറിവാണ് മരണകാരണമായത്. മൃതദേഹങ്ങളിലും മുറിവേറ്റ പാടുകളുണ്ട്. വീടിൻ്റെ 2 മുറികളിലായി കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. വീടിനുള്ളിൽ നിന്ന് കോടാലി ഉൾപ്പെടെയുള്ള ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. വിജയകുമാറിൻ്റെ തലയിൽ അടിയേറ്റിട്ടുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളിയെ മോഷണക്കുറ്റത്തിൻ്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇതേ തുടർന്ന് ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. വീട്ടിൽ ഒരു സുരക്ഷാ ജീവനക്കാരനുണ്ടായിരുന്നെങ്കിലും പ്രായാധിക്യവും കേൾവി പരിമിതിയുമുള്ള അദ്ദേഹം ഈ വിവരങ്ങളൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. കൊലപാതക വാർത്ത അറിഞ്ഞെത്തിയ നാട്ടുകാർക്കൊപ്പമാണ് ഇയാളും മരണവാർത്ത അറിഞ്ഞത്. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കുകയും കൊലപാതക കാരണം വ്യക്തിവൈരാഗ്യമാണെന്നും കോട്ടയം ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിട്ടുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.